ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. രാവിലെ തന്നെ നല്ല ചായയും പിന്നെ ഈ ഒരു മഞ്ഞ മടക്കും ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇന്ന് ചിക്കൻ കറിയും പിന്നെ പത്തിരി ആട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം പിന്നെ ഇതാ വലിയ ജീരകം തേങ്ങയും കൂടി ഇട്ടിട്ട് ഇതാ ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തിട്ട് ഇതാ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇതാ പത്തിരിക്ക് വേണ്ടിയിട്ട് ഇതാ ഒന്നിങ്ങനെ മാവൊക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗത ബോളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഇതാ പത്തിരി പ്രസ്സിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതാ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ പത്തിരിൻ്റെ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ നാടൻ കോഴി കേട്ടോ. നാടൻ കോഴി നമ്മളെ വീട്ടിലുണ്ടായിരുന്ന കോഴിനെ തന്നെ നമ്മൾ അറുത്തതായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചതാട്ടോ. പിന്നെ ഇതാ പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പത്തിനും പത്തിരിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ വേഗത പത്തിരി ഒന്ന് ചുടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ റോട്ടിലേക്ക് നോക്കുമ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. അഭിപ്രായം പറയാം. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും വിചാരിക്കും? എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ് എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. പിന്നെ ഇതാ ഉള്ളിൽ കയറിയപ്പോൾ ചിക്കന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താത്ത ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതാ ചിക്കനൊക്കെ ഇട്ടു. പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരിയും നാടൻ ചിക്കൻ കറിയും പിന്നെ കട്ടൻ ചായ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ന് ആമിഷീന് തുള്ളിമരുന്ന് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി കൊടുക്കേ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ചെറിയ ആന ഉണ്ട്. അതിനെ കാട്ടിക്കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എടുത്തു ആന അതാന പേടില്ല. പിന്നെ ഇതാ വീട്ടിലെത്തി ഉച്ചക്ക് ഇന്ന് ചക്കക്കൂട്ടാനും മത്തിമീൻ കറി കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ തേങ്ങയൊക്കെ അരച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മീൻ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. മോര് കറി ഉണ്ടായിരുന്നു, മത്തിമീൻ കറി ഉണ്ടായിരുന്നു, ചക്കക്കൂട്ടാനുണ്ട്, വഴുതനങ്ങ ഉപ്പേരിയുണ്ട്, വത്തൽ മീനുണ്ട്, പിന്നെ മാങ്ങ അച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി നീച്ചപ്പോൾ ഇതാ പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. സുഗേനി ഉണ്ടായിരുന്നു, പിന്നെ പഴംപൊരി, പൊക്കവട ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ചായക്കടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഉമ്മ പറഞ്ഞു രാത്രിക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അതിന് ഇതാ ഉള്ളിയൊക്കെ തൊലിച്ച കേട്ടോ. ഉമ്മ തൊലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ വലിയ ഉള്ളിയൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. ഉമ്മ കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സവാളയും തക്കാളിയും അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഒന്ന് തൊലിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാലഡൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ തന്നെ ബിരിയാണി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ
പിന്നെ ഇതാ അടുക്കളയിലുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് സാലഡും പിന്നെ പപ്പടം കൂടിയും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.